ഹലോ വേൾഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവും തമ്മിൽ കൂടിക്കണ്ടതിന് ഇന്ന് 100 വർഷം തികയുക. ഇതൊരു നിസ്സാര കാര്യമല്ല. എന്നാൽ കേരളത്തിലെ പലരും അത് മറന്നുപോയി. അഹിംസാ മാർഗം കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്ന മഹാത്മാഗാന്ധിയും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഈ സമൂഹത്തിനെ, കേരള സമൂഹത്തിനെ നോക്കി പറഞ്ഞ ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഘവുമായിരുന്നു അത്. മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നത് 2ാമത്തെ പ്രാവശ്യമാണ് ഇവർ തമ്മിലുള്ള ഈ സംഗമം നടന്നത്. വളരെയേറെ കാര്യങ്ങൾ അവർ തമ്മിൽ ചർച്ച ചെയ്തു. അവരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി രണ്ടുപേരും. എന്നാൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താ? ഇന്നത്തെ തലമുറയുടെ കേരളത്തിന്റെ അവസ്ഥ എന്താ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഏറ്റവും അധികം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് ഇന്ന് ഒരു യൂട്യൂബ് ചാനലിലൂടെ ഒരു ഇൻസ്ട്രക്ടർ ക്ലാസ് എടുക്കുന്നത് ഞാൻ കേട്ടു. തൻ്റെ മുന്നിൽ കുട്ടികളിരിക്കുക, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളിരിക്കുക. അദ്ദേഹം അവരോട് പറഞ്ഞ ഒരു കാര്യം ഇതാ: എൻ്റെ ശരീരത്തിന് ബലഹീനതയുണ്ട്, കാലുകളും കൈകളും ഞാൻ അല്ലാതെ വെച്ച് പിടിപ്പിച്ചിരിക്കുക. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുക, നിങ്ങൾ മയക്കുമരുന്നും ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അതായത് MDM ഇതുപോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ തലമുറയെ നിങ്ങൾ ജനിപ്പിക്കരുതേ, ഞാൻ അഭ്യർത്ഥിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് കാരണം പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ഈ 20-21 കാലഘട്ട വയസ്സിൽ ഉള്ളപ്പോഴാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ തലമുറ ജനിക്കുമ്പോൾ, നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾക്ക് ഓട്ടിസം അതുപോലെ മാനസികമായ വൈകല്യമുള്ള കുഞ്ഞുങ്ങളായിരിക്കും ജനിക്കുന്നത്. ഇന്ന് നമ്മൾ കേട്ട ന്യൂസുകളൊക്കെ അങ്ങനെയാ. സ്വന്തം അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു, അതിന് ശ്രമിക്കുന്നു, സ്വന്തം അനിയനെ കൊല്ലുന്നു, അങ്ങനെ വീട്ടിലുള്ളവരെ തന്നെ കൊല്ലുന്ന അവസ്ഥ, സുഹൃത്തുക്കളെ കത്തികയറ്റിക്കൊല്ലുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന്റെ കാരണം ഇങ്ങനെയുള്ള പ്രതികരണശേഷിയുള്ള, അത് പെട്ടെന്ന് പ്രകോപിതരാകുന്ന ഒരു തലമുറയായി ഇന്ന് ജനിച്ചു വരുന്നത്. അപ്പൊ ഇപ്പോൾ അവർ ചെയ്യുന്നത്, ഇപ്പോൾ തന്നെ അവര് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഈ പ്രായത്തിൽ തന്നെ ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് സന്താന പരമ്പരകൾ ഉണ്ടാകുമ്പോൾ, കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ, അവർ ചെറുപ്പത്തിലെ തന്നെ സമൂഹത്തിനോട് വെറുപ്പുള്ളതും അംഗവൈകല്യമുള്ളവരുമായ കുഞ്ഞുങ്ങളായി ജനിക്കുമെന്നാണ് പറയുന്നത്. ഓട്ടിസവും ഇതുപോലെയുള്ള മാരകമായ അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തിനോട് തന്നെ വെറുപ്പാ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ കേരളത്തിന്റെ ഭീകരമായ അവസ്ഥ. ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഹൃദയം വേദനിച്ചു പോയി. ഇനിയും വരുന്ന കേരളത്തിലെ തലമുറകള് ഇങ്ങനെ വൈകല്യമുള്ളവരായിട്ടും സമൂഹത്തിനോട് തന്നെ വെറുപ്പുള്ളവരായിട്ടും സ്വന്തം ഭവനത്തിലുള്ളവരെ വെറുക്കുന്ന കുഞ്ഞുങ്ങളായിട്ടും ജനിച്ചു വരുമ്പോ ഇനിയുള്ള തലമുറയ്ക്ക് എന്താ സംഭവിക്കുന്നത്? അപ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും പറയുക, അങ്ങനെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തലമുറയെ ജനിപ്പിക്കരുത്. അതിന് വളരെ ശക്തമായ ഒരു അടിസ്ഥാനമുണ്ട്. കേരളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഭീകരമായ അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കൾ തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായി ഉടനെ കത്തിയെടുത്ത് കുത്തുക, അവരെ മൃഗീയമായി കൊല്ലുക, സ്നേഹിക്കുന്ന കുട്ടികളെ കൊല്ലുക. ഇന്ന് അമ്മമാര് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഭയമാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ജോലിക്ക് പോകുന്ന അമ്മമാര് പറയുന്ന ഒരു കാര്യമാണ്. കാരണം എൻ്റെ മകൾ വീട്ടിലുണ്ട്, ഇതുവരെ സത്യം മാത്രം പറഞ്ഞിരുന്നോണ്ടിരുന്ന മകൾ കള്ളം പറയുന്നു, ചില കാര്യങ്ങളൊക്കെ എന്നിൽ നിന്ന് ഒളിക്കുന്നു. ഇതൊരു ഭീകരമായ അവസ്ഥയാ. തൻ്റെ കുഞ്ഞിനെ കുറിച്ച് തൻ്റെ അമ്മയ്ക്ക് ആധിയ, തൻ്റെ അച്ഛൻ ആധിയ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ആദ്യ തിരിച്ചു വരുന്നവരെ ഹൃദയത്തിൽ വേദനയാ. എന്നാൽ പഴയ തലമുറയെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. സ്കൂളിൽ പോകുമ്പോ അടുത്ത വീട്ടിലുള്ള പെൺകുട്ടിയെ കൂടെ പറയുന്നത്, ഈ കുട്ടിയെ കൂടെ നിങ്ങളൊന്ന് കൊണ്ടുപോയിട്ട് നീ തിരിച്ചു കൊണ്ടുവരണേന്ന്. അപ്പൊ തിരിച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോ ആ കുട്ടിയെ കൂടെ കൂട്ടി സന്തോഷത്തോടെ തിരിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടാക്കും. അതായിരുന്നു അന്നത്തെ കാലം. എന്നാൽ ഇന്നത്തെ കാലം നടക്കുമോ? നടക്കത്തില്ല. ഇന്ന് തലമുറ മുഴുവൻ മാറിപ്പോയി. ഇത് ഞാൻ പറയാൻ കാരണം, ഞാനും നിങ്ങളും
ഒരുപോലെ ഇതിനെ പ്രതികരിക്കണം. ഞാനും നിങ്ങൾ ഒരുപോലെ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണണം. ഇത് തള്ളിക്കളയാവുന്ന സംഗതികളല്ല. നമ്മളെ ഇതുപോലെ വിഷയം ഉണ്ടായി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനും ഒരു പരിധിയുണ്ട്. മാതാപിതാക്കൾ തന്നെയാണ് അതിന് ഉത്തരവാദികൾ. അത് മാതാപിതാക്കൾ തന്നെ അതിന് ഉത്തരം കണ്ടെത്തിയേ മതിയാകത്തുള്ളൂ. അതിനെ മറ്റുള്ള പോലീസ് അധികാരികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ, അവരോട് പറഞ്ഞിട്ടുണ്ടോ കാര്യമില്ല എന്നുള്ളതല്ല. നിയമത്തിന്റെ വഴിക്ക് നടക്കും. പക്ഷേ എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ അഡിക്റ്റായി പോകുന്നതിന് കാരണം എന്താ? ഇങ്ങനെ ക്രൂവൽ മെന്റാലിറ്റി ഉണ്ടായി പോകുന്നതിന് കാരണം എന്താ? എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരൻ എന്നെ കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ എന്റെ ഹൃദയത്തിന് വേദന ഉണ്ടായി. അദ്ദേഹം പറഞ്ഞ എന്റെ കൂടെ ജോലി ചെയ്യുന്നത് എന്നെ പറ്റി കുറ്റം പറഞ്ഞപ്പോ വേറെ ഒരാളുടെ അടുക്കല്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ അവിടെ വന്നാൽ എന്റെ സ്വഭാവം അറിവനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. അതുപോലെ ഞാൻ പെരുമാറിക്കളയും. എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ ഉള്ള ആ ക്രൂവൽ മെന്റാലിറ്റി ആയി കാണുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യാത്ത അവസ്ഥയിലായിരിക്കും സാറേ ഞാൻ അവിടെ വന്നാലെന്നാ എൻ്റെ അടുക്ക പറഞ്ഞത്. ഞാൻ പറഞ്ഞു അത് വിട്. ഞാൻ പറഞ്ഞതിനകത്ത് കാരണം ഓരോ മനുഷ്യന്റെയും ഓരോ ഇന്നത്തെ ചെറുപ്പക്കാരുടെയും അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇന്നത്തെ സമൂഹം വളരെയധികം ജാഗരൂകരായിരിക്കണം. അച്ഛനും അമ്മയും തൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി ജാഗരൂകരായിരിക്കണം. അവർ പുറത്തു പോകുമ്പോൾ മറ്റെവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിൽ കൃത്യമായ വിവരം നൽകാൻ പറയണം. എവിടെയാണെന്ന് താമസിക്കുന്നതെന്ന് അറിയണം. തൻ്റെ കുഞ്ഞ് 17 വയസ്സായില്ലേ അല്ലെങ്കിൽ 18 വയസ്സായില്ലേ, അവൻ പോയി എവിടെയെങ്കിലുമൊക്കെ കൂട്ടുകാരുടെ കൂടെ താമസിക്കും. അവൻ അവിടെ താമസിക്കും എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കരുത്. എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയണം. ആരുടെ കൂടാ പോകുന്നതെന്ന് അറിയണം. ഇതൊക്കെ ഞാനും നിങ്ങളെ അറിഞ്ഞിരിക്കണം. പഴയ കാലമല്ല, പഴയ കാലത്തൊന്നും ഇതൊന്നും ഒരു വിഷയമേ അല്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ തലമുറ ഭീകരമായ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാനും നിങ്ങളും ഒരുപോലെ ശ്രമിച്ചാൽ മാത്രമേ ഇന്നത്തെ തലമുറയും ഇനി വരാൻ പോകുന്ന കുഞ്ഞുങ്ങളെയും ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുള്ളൂ. ആ ഇൻസ്ട്രക്ടർ പറഞ്ഞ കാര്യം ഓർത്തപ്പോൾ സത്യം പറഞ്ഞാൽ ഹൃദയം വേദനിച്ചു പോയി, ഹൃദയത്തിൽ കുത്തുണ്ടായി. കാരണം അദ്ദേഹം പറയുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി ഒരു സന്തതി പരമ്പര ഉണ്ടാകാൻ പാടില്ല. അത് അതിഭീകരമായ അനുഭവത്തിലേക്കാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടെന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും ഒരുപോലെ ഒരു മനസ്സോടെ ഈ വിഷയത്തിന്റെ മുന്നിൽ നിൽക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന നിമിഷം മുതൽ തിരിച്ചു വരുന്നവരെ അവരെവിടെയൊക്കെ പോകുന്നു, ആരുടെ കൂടെ സഹകരിക്കുന്നു എന്നതിനെ പറ്റി കൃത്യമായ അറിവുണ്ടായിരിക്കണം. പെൺകുഞ്ഞുങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ആൺകുട്ടികളെ പറ്റിയും. സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളെ പ്രലോഭിക്കുവാൻ വേണ്ടി കുട്ടികളുണ്ട്, കുരുന്നുകളുണ്ട്. നമ്മൾ വിചാരിക്കുക അവർ തമ്മില് ഇപ്പോഴത്തെ പ്രായമല്ലേ, പക്ഷെ അങ്ങനെയല്ല. അതിനുമപ്പുറമുള്ള ഒരു ജീവിതശൈലിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും അതിനെ ജാഗരൂകരായിരിക്കണം. ഇന്നത്തെ തലമുറയെ പറ്റി നമ്മൾ ഭയപ്പെടണം. അവരെ കയറൂരി വിടരുത്. മറ്റുള്ളവരായിട്ട് സഹകരിക്കണ്ട എന്നല്ല പറയുന്നത്, സഹകരിപ്പിക്കണം. എങ്കിലേ ഒരു നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റില്ല. പക്ഷേ ദിനം പ്രതി നമ്മൾ കാണുന്ന ന്യൂസുകള്, കേൾക്കുന്ന വാർത്തകള് നന്നായിട്ടുള്ളതല്ല. അതുകൊണ്ട് ഇതിനെതിരെ ഞാനും നിങ്ങൾ ഒരുപോലെ ജാഗരൂകരായിരുന്നേ മതിയാകത്തുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മാറ്റം, അവരുടെ സംസാരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ആ സംസാരത്തിലുണ്ടാകുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് അമ്മയ്ക്കും അറിയാം, അച്ഛനും അറിയാം, കൂടുതൽ അമ്മയ്ക്കറിയാം. ആ വിഷയങ്ങൾ കാണുമ്പോൾ തന്നെ അതിന് പ്രതികരിക്കാനും അവരോട് ചോദിക്കാനുമുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകണം. അതുണ്ടായാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉയർത്തി നിങ്ങൾ വ്യാകുലപ്പെടരുത്. പക്ഷേ അവരെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠയുള്ളവരായി തന്നെ ഇരിക്കണം. ഓരോ ദിവസവും കുഞ്ഞുങ്ങൾ ഭവനങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഓരോ ദിവസവും അവരെ പറ്റി ആ മാറി നിൽക്കുന്ന ദിവസങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾ വിവരം അറിയണം. എപ്പോഴാണ് വരുന്നതെന്നും അറിയണം.
ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ അച്ഛനും അമ്മയും മാത്രമല്ല, ഒരു കുടുംബം മുഴുവൻ ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും പോയാൽ അവിടെ പോകുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളൊരു ദിവസം മറ്റു വീട്ടിൽ താമസിച്ചാൽ ആരുടെ കൂടെ താമസിക്കുന്നതെന്ന് വീട്ടിലുള്ളവർക്കറിയാം. ഒരു കൂട്ടുകുടുംബമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമില്ല. അച്ഛനും സമയമില്ല, അമ്മയ്ക്ക് സമയമില്ല, എല്ലാവരും തിരക്കില്ല. അപ്പൊ ഈ അവസ്ഥയിൽ ഞാനും നിങ്ങളും ഇതിനെപ്പറ്റി വളരെ സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കണം. ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് രാവിലെയും ഞാൻ കേട്ട വാർത്ത അത് തന്നെയാണ്. തന്റെ കുഞ്ഞിനെ കുറിച്ച് തന്റെ അമ്മയ്ക്ക് വേവലാതിയാ. എങ്ങനെയാ ഇത് പരിഹരിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. പഠിക്കുന്ന കുഞ്ഞാ, പക്ഷേ മറ്റു കാര്യങ്ങളിലേക്ക് വഴുതി പോവുക. അതുകൊണ്ട് അത് നമ്മുടെ കുട്ടി ആണായാലും നമ്മുടെ കുട്ടി പെണ്ണായിരുന്നാലും അവരെ വളർത്തുമ്പോൾ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ വളരെ സൂക്ഷ്മമായി ചിന്തിച്ചതിന് ശേഷമേ അത് നമ്മൾ ചെയ്തു കൊടുക്കാമോ. അവരുടെ കൂടെ സഹകരിക്കുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. അവരുടെ ജീവിത രീതികൾ എങ്ങനെയുള്ളതാണെന്ന് അറിയണം. ഇതെല്ലാം നമ്മൾ ചിന്തിച്ച് വേണം മുന്നോട്ട് പോകാൻ. കാരണം നമ്മളുടെ ആ കേരളത്തിന്റെ സാഹചര്യം പാടെ മാറിപ്പോയി. കേരളത്തിന്റെ സാഹചര്യം നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ അപ്പുറം പോയി. ഓരോ ദിവസവും കേൾക്കുന്ന ന്യൂസുകൾ അതാ. നമ്മുടെ കുഞ്ഞുങ്ങൾ ചിന്താശീലമുള്ളവരായിട്ട് വളരട്ടെ. വായനാശീലം നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല, സമയമില്ല അതിനൊന്നും. നമ്മുടെ കുഞ്ഞുങ്ങളെ വായനാശീലമുള്ളവരാക്കി വളർത്തണം. നമ്മുടെ ചിന്തങ്ങളെ കലാപരമായ കാര്യങ്ങളിലുള്ളവരാക്കി വളർത്തണം. അതുപോലെ തന്നെ സ്പോർട്സിൽ താല്പര്യമുള്ളവരായിട്ട് വളർത്തണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു ബോൾഡ്നെസ് ഉണ്ടാവും. സ്വയം കാലിൽ നിൽക്കാനുള്ള കഴിവും വേണ്ട എന്നുള്ളത് പറയാനുള്ള കഴിവും അതൊക്കെ കുഞ്ഞുങ്ങൾക്കുണ്ടാവും. എന്നാൽ ഇതിലൊന്നും ഉൾപ്പെടാത്ത കുഞ്ഞുങ്ങൾ, അതായത് കലാപരമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യത്തിൽ ഉൾപ്പെടാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടുതലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. കാരണം അവർക്കൊരു ബോൾഡ്നെസ് ഇല്ല. തനിക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതൊന്നും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആ കുഞ്ഞുങ്ങൾ മാറും. അതോടൊപ്പം വീട്ടിലെ സാഹചര്യങ്ങൾ മോശമായിരുന്നാൽ പിന്നെ അതൊന്നും പറയുകയും വേണ്ട. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഭാവിക്ക് വാഗ്ദാനങ്ങളായിട്ട് മാറട്ടെ, ലോകത്തിൽ ഉന്നതമായിട്ട് വളരട്ടെ. അതിന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടിയിരിക്കണം, അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയണം. അവരോട് ദേഷ്യപ്പെടരുത് എന്ന് പറയത്തില്ല, പക്ഷേ ആ സ്നേഹം അത് ദേഷ്യത്തോടുകൂടിയാണ്, ഇത് സ്നേഹിക്കുന്ന രീതിയിലായിരിക്കണം. ആവശ്യമില്ലാതെ അവരെ ഉപദ്രവിക്കരുത്. വിഷമം നമുക്കുണ്ട്, പക്ഷേ അത് അവർ മനസ്സറിഞ്ഞ് തിരുത്തുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ അവരോടുള്ള സമീപനം. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉന്നത ശ്രേണിയിലേക്ക് ഉയരട്ടെ, അവിടെ വിദ്യാഭ്യാസം ഉയർന്നു വരട്ടെ, ആ ചിന്തിക്കുന്നതിനും അപ്പുറം നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിച്ചേരട്ടെ. അതിന് ഞാനും നിങ്ങളും ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ കൈകോർക്കാം. ഇന്ന് രാത്രിയിലും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഈ കേട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ സന്തോഷമുള്ളതായിട്ട് തീരണം. നാളത്തെ പ്രഭാതം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെ അനുഗ്രഹിച്ചു വിടണം. അവർ തിരിച്ചു വരുന്നവരെ അവരുടെ ഓരോ വിവരങ്ങളും നിങ്ങൾ അറിയുന്ന രീതിയിലുള്ളതായിരിക്കണം. വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ടത് കൊടുക്കണം. അവരുടെ ഇഷ്ടത്തിനുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ അങ്ങനെ അവരെ മേന്മയുള്ള പൗരന്മാരായിട്ട്, വായനാശീലമുള്ള പൗരന്മാരായിട്ട്, നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്ന ഒരു പങ്കാളിത്തമുള്ള കുഞ്ഞുങ്ങളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ. ദേശത്തിന് മാതൃകയാകട്ടെ, ആ സ്ഥലത്തിന് മാതൃകയാകട്ടെ, കേരളത്തിന്, ഇന്ത്യക്ക്, ലോകത്തിന് തന്നെ മാതൃകയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറട്ടെ. അതിനുവേണ്ടി അവർക്ക് വേണ്ടി നിങ്ങൾ രാത്രി പ്രാർത്ഥിക്കണം കേട്ടോ. രാവിലെ അവരെ അനുഗ്രഹിച്ചു വിടണം. അവർക്ക് വേണ്ട എല്ലാ ആയുസ്സും ആരോഗ്യം നേരുന്നു എന്ന് തന്നെ പറഞ്ഞ് അവരെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും വിടുക. അവർക്കൊരു വഴികാട്ടിയായിട്ട് മാറണം, മാർഗദർശകമുള്ളവരായിട്ട് മാറണം. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും നിങ്ങളെ അനുഗ്രഹത്തിന്റെ നിറവിലേക്ക് കുഞ്ഞുങ്ങളെ വിടട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമുള്ളതായിട്ട് മാറട്ടെ. സാമ്പത്തിക വിഷയങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഈ രാത്രിയിലുമുണ്ട്. അതൊക്കെ നാളെ പരിഹരിക്കപ്പെടും. സാമ്പത്തികം ആരുടെയും കുത്തകയൊന്നുമല്ല, എല്ലാവരുടെയും കയ്യിലുണ്ടാവും. അതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊന്നും ടെൻഷൻ അടിക്കരുത്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ
അതിനെ പോറ്റിപ്പുലർത്താനും നിങ്ങളെ സൃഷ്ടിച്ചവൻ അറിയാം. അതിനുവേണ്ടി നിങ്ങൾ നിന്നുകൊടുത്താൽ മാത്രം മതി. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങൾ സുഖമായി ഇറങ്ങിക്കാട്ടെ. നാളത്തെ പ്രഭാതം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ആയുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയുമുള്ളതായിട്ട് മാറട്ടെ. ഹാവ് എ ഗുഡ് ഡേ. സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു.